അപ്പോൾ ചില ആളുകൾ വേറെ ചോദ്യമായി കൊണ്ടുവരും, എന്നാൽ മുസ്ലിമീങ്ങളിൽ ചില ആളുകളുണ്ടല്ലോ, അവർ നിങ്ങളെപ്പോലെ തന്നെ മുസ്ലിമീങ്ങളാണ്, പക്ഷേ നിങ്ങൾ അത്ര തീവ്രതയിൽ കാണിക്കുന്നില്ലല്ലോ. മാറ് തുറന്നു നടക്കുന്ന, ശിരസ് മറക്കാത്ത, തട്ടമിടാത്ത മുസ്ലിമീങ്ങളുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താണ് ഇത്ര പ്രശ്നം? പലിശ വാങ്ങുന്ന മുസ്ലിമീങ്ങളുണ്ടല്ലോ, സംഗീതം കേൾക്കുന്ന മുസ്ലിമീങ്ങളുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ കുറച്ച് ആളുകൾക്ക് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ മടിയുള്ളൂ, ബാക്കി എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. അവർ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, അവർക്ക് സംഗീതം പ്രശ്നമില്ല, അവർക്ക് ഒന്നും പ്രശ്നമില്ല, നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രശ്നം? അതുകൊണ്ട് നിങ്ങളും അവരെ പോലെയാകണം. അതാണ് യഥാർത്ഥ മുസ്ലിം, അവരാണ് ഗുഡ് മുസ്ലിം. നിങ്ങൾ നല്ല മുസ്ലിമീങ്ങളല്ല, നിങ്ങൾ തീവ്ര മുസ്ലിമീങ്ങളാണ്. അത്തരം ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഏതെങ്കിലും ഒരു മുസ്ലിമിൻ്റെ പ്രവർത്തനം കണ്ടുകൊണ്ടല്ല ഇസ്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിലും ഇത്തരം ലിബറൽ ചിന്താഗതിക്കാരും വളരെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു. അത് റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു, ഇന്നും അതുണ്ടാകും. ഒരു ഇസ്ലാമിനെ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും കവലകളിലോ ഏതെങ്കിലും ചാനലുകളോ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്ന ആളുകളിൽ നിന്നല്ല, ഇസ്ലാം അതിൻ്റെ പ്രമാണങ്ങളിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ പ്രമാണങ്ങൾ എന്തു പറഞ്ഞു? അതാണ് ഇസ്ലാം. അതിന് കീഴ്പ്പെട്ടവനാണ് മുസ്ലിം. അതിന് കീഴ്പ്പെടാൻ ആകാത്തവൻ, അവൻ്റെ പേര് മുസ്ലിമാണെങ്കിലും അവൻ ഇസ്ലാമുമായി കൊണ്ട് ബന്ധമില്ലാത്തവനാണ്. നേരെ മറിച്ച് അവൻ തൻ്റെ ഇച്ഛക്കനുസരിച്ചു കൊണ്ട് മതത്തെ മാറ്റിയവനാണ്. ഇച്ഛക്കനുസരിച്ചു കൊണ്ട് മതം മാറ്റുന്നവൻ, അവൻ മുസ്ലിമിൻ്റെ ലേബൽ സ്വീകരിച്ചുകൊണ്ട് ചാനൽ വന്നാലും ഇനി പ്രസംഗിച്ചാലും എവിടെ നിന്ന് സംസാരിച്ചാലും അതൊക്കെ ഇസ്ലാമിൻ്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുണ്ട്. അവരല്ല ഇസ്ലാമിൻ്റെ മോഡലുകൾ. ഇസ്ലാമിൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ, മുസ്ലിം എന്ന് പറഞ്ഞാൽ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചതുപോലെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ജീവിക്കുന്ന അവരാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ മോഡലുകൾ.